ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ബ്രഹ്മപുത്ര നദി നമ്മൾ മുഴുവനായിട്ടും ഇന്നത്തെ ക്ലാസ്സിൽ തീർക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അധികം ലേറ്റ് ആക്കുന്നില്ല. കോഡുകൾ വെച്ചിട്ടുള്ള ക്ലാസ്സുകളാണ്, മിസ്സാക്കരുത്. മുഴുവനായിട്ടും കാണാം കേട്ടോ. ഓക്കെ, ക്ലാസ് കഴിഞ്ഞ് ഞാൻ ക്വസ്റ്റ്യൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിക്കുക. ബ്രഹ്മപുത്ര നദി. ഉത്ഭവം മാനസ സരോവറിലെ ചെമയുങ്തു ഹിമാനി. നീളം 2900 കിലോമീറ്റർ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് 916 കിലോമീറ്റർ. ബ്രഹ്മാവിന്റെ പുത്രൻ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ബ്രഹ്മപുത്ര എന്നുള്ളതിന്റെ ഫുൾ ഫോം ആയിട്ട് പറയുന്നതാണ് ബ്രഹ്മാവിന്റെ പുത്രൻ. ഹിമാലയൻ നദികൾ പുരുഷ മേധാവിത്വമുള്ള നദിയാണ്. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ്. ചുവന്ന നദി എന്നറിയപ്പെടുന്നു. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നു. ലൗഹിത്യ എന്നറിയപ്പെടുന്നു. ആസാമിന്റെ ജീവരേഖ എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് മാനസ സരോവറിലെ ചെമയുങ്തും ഹിമാനിയാണ്. അപ്പൊ ഈ പിക്ചർ കൊടുത്ത് നിങ്ങൾ കണ്ടോ, ബ്രഹ്മപുത്ര ഇങ്ങനെയാണ് വരുന്നത്. ബേ ഓഫ് ബംഗാളിൽ ചേരുന്നുണ്ട്, അതായത് ബംഗാൾ ഉൾക്കടലിൽ അത് ചേരുന്നു അവസാനം. ഓക്കെ, അതിന്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്, ബ്രഹ്മപുത്രയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് മാനസ സരോവറിലെ ചെമയുങ്തും ഹിമാനിയാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ നീളം എന്ന് പറയുന്നത് 2900 കിലോമീറ്റർ. ഏകദേശം മൊത്തമായിട്ടുള്ള നീളമാണ് 2900 കിലോമീറ്റർ ആണ് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് 916 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് ഈ ഒരു ഭാഗം കണ്ടോ, ഇത്ര കുറച്ച് ഭാഗം മാത്രമേ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നുള്ളൂ. മെയിനായിട്ട് അരുണാചൽ പ്രദേശ്, ആസാമിലൂടെയൊക്കെ ആണ് കടന്നു പോകുന്നത്. അപ്പോൾ ഏകദേശം എങ്ങനെയാണ് 916 കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബ്രഹ്മാവിന്റെ പുത്രൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ബ്രഹ്മപുത്ര, അതിന്റെ ഒരു വിപുലീകരണം എന്നുള്ള രീതിയിലാണ് ബ്രഹ്മാവിന്റെ പുത്രൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബ്രഹ്മാവിന്റെ പുത്രൻ. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം പറയാം. ഹിമാലയൻ നദികളിൽ പുരുഷ മേധാവിത്വമുള്ള നദി കൂടിയാണ് ബ്രഹ്മപുത്ര. ബാക്കി എല്ലാ നദികളുടെ പേരും നോക്കിക്കഴിഞ്ഞാൽ സിന്ധു, ഗംഗ, എല്ലാ നദികളും മീൻസ് സ്ത്രീകളുടെ പേരാണ്, പെണ്ണിന്റെ പേരാണ്. എന്നാൽ പുരുഷന്റെ പേരുള്ള ഒരേ ഒരു നദിയാണ് നമ്മുടെ ബ്രഹ്മപുത്ര നദി. ഓക്കെ, ഹിമാലയൻ നദികളിൽ പുരുഷ മേധാവിത്വമുള്ള നദിയാണ്, അതായത് പുരുഷന്റെ പേരുള്ള ബ്രഹ്മാവിന്റെ പുത്രൻ ഒരാണല്ലേ, അപ്പോൾ പുരുഷ മേധാവിത്വമുള്ള നദിയാണ് ബ്രഹ്മപുത്ര. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും കൂടിയാണെന്ന് ആലോചിക്കുക. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി കൂടിയാണ് നമ്മുടെ ബ്രഹ്മപുത്ര. ഓക്കെ, പുരുഷനാണല്ലോ, ഭയങ്കര ശക്തിയാണെന്ന് വിചാരിക്കുക. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി കൂടിയാണ് നമ്മുടെ ബ്രഹ്മപുത്ര. ചുവന്ന നദി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, നമ്മുടെ സൂര്യനൊക്കെ ഉദിച്ചു വരുന്നത് ആദ്യം അരുണാചൽ പ്രദേശ് അങ്ങനെ ആ ഭാഗത്തു നിന്നല്ലേ വരുന്നത്. അപ്പോൾ ഒരു ചുവന്ന നദിയാണെന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിച്ചാൽ മതി. സൂര്യന്റെ ചുവപ്പ് നമ്മുടെ പുഴക്കൊക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ നല്ല ചുവപ്പ് നിറം വരുന്നൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ ചുവന്ന നദി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ ബ്രഹ്മപുത്രയാണ്. നെക്സ്റ്റ് ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നു. ആസാമിന്റെ ദുഃഖം, കാരണം ഇത് ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ആസാമിലൂടെയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആസാമിൽ പ്രളയമൊക്കെ ഉണ്ടാക്കുന്നത് ഈ ബ്രഹ്മപുത്രയിൽ വെള്ളം അധികമായിട്ട് ഉണ്ടാകുന്ന സമയത്താണ് ആസാമിൽ ദുരിതം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആസാമിന്റെ ദുഃഖം എന്ന് പറയുന്നതും എന്താണ്? നമ്മുടെ ബ്രഹ്മപുത്രയാണ്. അതുപോലെ ആസാമിന്റെ ജീവരേഖ എന്ന് പറയുന്നതും ആകെയുള്ളത് നദിയാണ് ബ്രഹ്മപുത്ര. അതുകൊണ്ട് ജീവരേഖ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ബ്രഹ്മപുത്ര തന്നെയാണ് കേട്ടോ. ഓക്കെ, ലൗഹിത്യ എന്നറിയപ്പെടുന്ന നദിയും കൂടിയാണ് ആര്? പുരാതന കാലങ്ങളിൽ പുരാതന ബുക്കുകളിലൊക്കെ ലൗഹിത്യ എന്നറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര. അപ്പൊ നമ്മൾ പറഞ്ഞു ബ്രഹ്മപുത്രൻ അല്ലെ, ഒരാണാണ് പറഞ്ഞു, ആണിനൊരു ലവ് ഉണ്ട് എന്നൊക്കെ ഒന്ന് ആലോചിക്കുക. അപ്പൊ ലൗഹിത്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ബ്രഹ്മപുത്ര ഉത്ഭവസ്ഥാനം മാനസ സരോവറിലെ ചെമയുങ്തും ഹിമാനിയിലാണ്. നീളം ഓക്കെ അല്ലെ, ഇത് ഇങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. ഉത്ഭവം മാനസ സരോവറിൽ ചെമയുങ്തും ഹിമാനി അല്ലേ, അപ്പൊ ബ്രഹ്മാവിന്റെ പുത്രൻ അല്ലേ, ബ്രഹ്മാവിന്റെ മാനസപുത്രനാണ് ആലോചിക്കുക കേട്ടോ. ബ്രഹ്മാവിന്റെ മാനസപുത്രനാണ്, ഭയങ്കര ചമയുന്ന ഒരു പുത്രനാണ്. നോക്കുക, ഫുൾ ചമഞ്ഞ് നടക്കുന്ന ഒരു പുത്രനാണെന്നും കൂടി ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാനസ സരോവറിലെ ചമഞ്ഞ് നടക്കുന്ന പുത്രനാണ്. അപ്പൊ ചെമയുങ്തു
സിന്ധു, ഹിമാനി എന്ന് ആലോചിക്കാൻ പറ്റും. ഓക്കെ, കിട്ടിയല്ലോ. നെക്സ്റ്റ്, നീളം 2900 കിലോമീറ്റർ ആണ് മൊത്തമായിട്ടുള്ള നീളം ബ്രഹ്മപുത്ര നദിയുടെ. നെക്സ്റ്റ്, ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് ഏകദേശം 916 കിലോമീറ്റർ മാത്രമാണ്. ആ ഒരു സംഖ്യയിൽ ചെറിയ വേരിയേഷൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പം 2-3 ബുക്ക് റെഫർ ചെയ്തു, അതിൽ സംഖ്യയിൽ ചെറിയ ചെറിയ വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. 916. ഓക്കെ. നെക്സ്റ്റ്, ബ്രഹ്മാവിന്റെ പുത്രൻ എന്ന് പറയുന്നതാണ് ബ്രഹ്മപുത്ര. ഓക്കെ. ഹിമാലയൻ നദികളിൽ പുരുഷ മേധാവിത്വമുള്ള നദിയാണ്. അതുകൊണ്ട് തന്നെ ലവ് ഉള്ളതാണ് എന്നൊക്കെ ആലോചിക്കുക. അപ്പൊ ലൗഹിത്യ എന്നറിയപ്പെടുന്നു. അതുകൊണ്ട് പുരുഷൻ മേധാവിത്വം അല്ലേ. ഇപ്പൊ പുരുഷന്മാർക്ക് ഭയങ്കര ചൂടാണെന്നൊക്കെ ആലോചിക്കുക. ചുവന്ന നദി അല്ലേ, ചൂട് പിടിച്ച് ചോന്നിരിക്കും എന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചുവന്ന നദിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ചുവന്ന നദി. നെക്സ്റ്റ് എന്താ പറയുന്നത്, ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നു. അതുപോലെ ആസാമിന്റെ ജീവരേഖ എന്നും അറിയപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ആസാമിലൂടെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. നെക്സ്റ്റ് എന്താ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി കൂടിയാണ്. ഒരു ആൺകുട്ടിയാണല്ലോ, പുരുഷനാണല്ലോ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി കൂടിയാണ് നമ്മുടെ ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള ബ്രഹ്മപുത്ര. നെക്സ്റ്റ് പറയുന്നത്, ഹിമാലയത്തിന് സമാന്തരമായി കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏത് സ്ഥലത്ത് വെച്ചാണ് യു-ടേൺ തിരിഞ്ഞ് അരുണാചൽ പ്രദേശിലേക്ക് കടക്കുന്നത്? നാംച പർവ. ഹിമാലയത്തിന് സമാന്തരമായി കിഴക്കോട്ട് കാണുന്നുണ്ട് ഈ പിക്ചറിൽ, നിങ്ങൾ നോക്ക്. ഹിമാലയത്തിന് സമാന്തരമായി കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏത് സ്ഥലത്ത് വെച്ചാണ് യു-ടേൺ തിരിഞ്ഞ് അരുണാചൽ പ്രദേശത്തിലേക്ക് കടക്കുന്നത്? നംച ബാർവ. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഇതിങ്ങനെ നേരെ പോവാ, ബ്രഹ്മപുത്ര ഇങ്ങനെ ഒഴുകി നേരെ പോവാ കിഴക്കോട്ട്. അപ്പൊ അവിടെ ഒരു ബാറുണ്ട്. അപ്പൊ ബാറ് ഒന്ന് ചുറ്റിയിട്ടാണ് നമ്മൾ ബ്രഹ്മപുത്ര എടുത്തേക്ക് വരുന്നത്, അരുണാചൽ പ്രദേശിലേക്ക് കയറുന്നത് എന്ന് ആലോചിച്ചാൽ മതി. എന്തായാലും എന്താണ്, പുരുഷനല്ലേ, അപ്പൊ ഒരു ബാറൊക്കെ ചുറ്റിയിട്ടാണ് കയറുന്നതെന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് ആ ഭാഗം കൃത്യമായിട്ട് മനസ്സിലാവും. ഹിമാലയത്തിന് സമാന്തരമായി കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏത് സ്ഥലത്ത് വെച്ചാണ് യു-ടേൺ തിരിഞ്ഞ് അരുണാചൽ പ്രദേശിലേക്ക് കടക്കുന്നത്? ഒരു ബാറിന് ഒന്ന് യു-ടേൺ തിരിഞ്ഞിട്ടാണ് അരുണാചൽ പ്രദേശിലേക്ക് കടക്കുന്നത് എന്ന് ആലോചിക്കുക. നംച ബർവ. നെക്സ്റ്റ്, ബ്രഹ്മപുത്ര നദി ഏത് പ്രദേശത്ത് വെച്ചാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതാണ് ചോദിച്ചത്. സാദിയ, അരുണാചൽ പ്രദേശ്. ബ്രഹ്മപുത്ര നദി ഏത് പ്രദേശത്ത് വെച്ചാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് എന്നാണ് ചോദിച്ചത്. സാദിയ, അത് അരുണാചൽ പ്രദേശിലാണ്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പം മുകളിൽ പറഞ്ഞതും താഴെ പറഞ്ഞതും തമ്മിലൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഹിമാലയത്തിന് സമാന്തരമായി കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏത് സ്ഥലത്ത് വെച്ചാണ് യു-ടേൺ തിരിഞ്ഞ് അരുണാചൽ പ്രദേശത്തിലേക്ക് കടക്കുന്നത്? നാംച ബർവ. ഇത് വരുന്നത് നമ്മുടെ ഇന്ത്യയിലല്ല കേട്ടോ. നാംച ബർവ എന്ന സ്ഥലം ഇന്ത്യയിലല്ല വരുന്നത്, പുറത്താണ് വരുന്നത്. എന്നാൽ ഇവിടെ എന്താ ചോദിക്കുന്നത്, ബ്രഹ്മപുത്ര നദി ഏത് സ്ഥലത്ത് വെച്ചാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്? അപ്പോൾ അത് സാദിയ എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശ്. ഓക്കെ, കൺഫ്യൂഷൻ തീർന്നു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജല ദ്വീപാണ് മജൂലി. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ബ്രഹ്മപുത്ര നദിയിലാണ് മജൂലി ദ്വീപ് ഉള്ളത്. അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മജൂലി ദ്വീപ്. അത് ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ്, നാഷണൽ വാട്ടർവേ 2. നമ്മളെ ഗംഗാ നദി പഠിക്കുന്ന സമയത്ത് നാഷണൽ വാട്ടർവേ 1 പഠിച്ചിട്ടുണ്ടായിരുന്നു. എവിടെയാണ്? ഗംഗാ നദിയിൽ. അതുപോലെ നാഷണൽ വാട്ടർവേ 2 എന്ന് പറയുന്നത് സാദിയ ദുബ്രി, ബ്രഹ്മപുത്ര നദിയിലാണ്. അതെവിടെയാണ്? എവിടെ മുതൽ എവിടെയാണ്? സാദിയ ദുബ്രി. നാഷണൽ വാട്ടർവേ 2 എന്ന് പറയുന്നത് എവിടെയാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. അപ്പൊ ഈ ബ്രഹ്മപുത്ര എന്ന് പറയുമ്പോൾ ബ്രഹ്മാവും പുത്രനും രണ്ട് വ്യക്തികളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് രണ്ടായിട്ട് എടുക്കുക കേട്ടോ. ഗംഗ എന്ന് പറയുമ്പോൾ അതിൽ ഒറ്റൊരാളെ കുറിച്ച് പറയുന്നില്ല, ഗംഗ. അപ്പോൾ ഒന്നായിട്ട് എടുക്കുക. അതിൽ ഗംഗ ഏറ്റവും വലിയ നദിയാണല്ലോ, അതുകൊണ്ട് ഗംഗ എന്നെടുക്കുക. എന്നാൽ നാഷണൽ വാട്ടർവേ 2 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മാവും പുത്രനും 2 വ്യക്തികളുണ്ട്, അതുകൊണ്ട് 2 എന്നുള്ള രീതിയിൽ അങ്ങനെയും കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ സാദിയ മുതൽ ദുബ്രി വരെയാണ് കേട്ടോ. സാദിയ മുതൽ ദുബ്രി വരെ. നെക്സ്റ്റ്, ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്നാണ്. ഈ നമ്മുടെ ബ്രഹ്മപുത്ര നദി ഒഴുകുന്ന ഓരോ സ്ഥലത്തും വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഓരോ
ഓരോ രാജ്യങ്ങളിലും വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നത്. അപ്പൊ ടിബറ്റിൽ ഇത് അറിയപ്പെടുന്നത് ആദ്യം അത് ഒഴുകുന്ന സമയത്ത് ആദ്യം ടിബറ്റിലൂടെയാണ് വരുന്നത്. അപ്പൊ ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്നാണ്. സാങ്പോ. അപ്പൊ ടിബറ്റിലേക്കൂടെ വരുന്ന സമയത്ത് നല്ല സോങ് ഒക്കെ പാടിയിട്ടാണ് ബ്രഹ്മാവിന്റെ പുത്രൻ വരുന്നതെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ടിബറ്റിലൂടെ വരുന്ന സമയത്ത് നമ്മൾ ബ്രഹ്മാവിന്റെ പുത്രൻ ഭയങ്കര സോങ് ഒക്കെ പാടിയിട്ട് അടിച്ചു പൊളിച്ചാണ് വരുന്നതെന്ന് ആലോചിക്കുക. അപ്പൊ സാങ്പോ ടിബറ്റിൽ അറിയപ്പെടുന്നത്, ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്നാണ്. നേരെ എങ്ങോട്ട് കയറുന്നു? അരുണാചൽ പ്രദേശിലേക്ക് കയറുന്നു അല്ലെ. അരുണാചൽ പ്രദേശിലേക്ക് കയറുമ്പോൾ അവിടെ ദിഹാങ് എന്നാണ് അറിയപ്പെടുന്നത്. ദിഹാങ്. നെക്സ്റ്റ് ബംഗ്ലാദേശിലേക്ക് വരുന്ന സമയത്ത് എന്തറിയപ്പെടുന്നു? ജമുന. ബംഗ്ലാദേശിലേക്ക് കയറുന്ന സമയത്ത് ജമുന എന്നാണ് അറിയപ്പെടുന്നത്. ജമുന. ഓക്കെ, ഒന്ന് സിമ്പിൾ ആയിട്ട് കേട്ടു പോവാട്ടോ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് എന്ന് പറയുന്നത് മജൂലിയാണ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ്. അതുപോലെ നാഷണൽ വാട്ടർ വേ 2 സാദിയ ദുബ്രി, അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, സാങ്പോ. ഈ പേരുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ ആണ്. അരുണാചൽ പ്രദേശിൽ ദിഹാങ്, ബംഗ്ലാദേശിൽ ജമുന. ഓക്കെ, നെക്സ്റ്റ് പോഷക നദികൾ എന്തിൻ്റെയാണ്? ബ്രഹ്മപുത്രന്റെ പോഷക നദികളാണ് ദിബാങ്, സുബാൻസിരി, ടീസ്റ്റ, ലോഹിത്, മാനസ. ഏറ്റവും വലിയ പോഷക നദി സുബാൻസിരിയാണ്. ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന ഇന്ത്യയിലെ നദിയാണ് ടീസ്റ്റ. ബ്രഹ്മപുത്ര നദി ഒഴുകുന്ന രാജ്യങ്ങളാണ് എവിടെയൊക്കെയാണ്? ചൈന, ഇന്ത്യ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്. ചൈനയിലുണ്ട്. ചൈന പറയുമ്പോൾ നമ്മൾ ടിബറ്റ്, ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. ചൈന, അതുപോലെ ഇന്ത്യയിലുണ്ട്, ഭൂട്ടാനിൽ പോകുന്നുണ്ട്, ബംഗ്ലാദേശില്. ബോഗിബിൽ പാലം എവിടെയാണുള്ളത്? നമ്മുടെ ബ്രഹ്മപുത്ര നദിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം എന്ന് പറയുന്നത് ഭൂപൻ ഹസാരിക പാലമാണ്. ലോഹിത് നദി. അപ്പൊ ഒന്നുകൂടി വായിക്കാം. പോഷക നദികളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ദിബാങ്, സുബാൻസിരി, ടീസ്റ്റ, ലോഹിത്, മാനസ. അപ്പൊ ഇത് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നൊന്ന് മനസ്സിൽ കാണാം കേട്ടോ. നമ്മളൊരു സീരിയൽ കാണുന്നത് എപ്പോഴാണ് കാണുന്നത്? ദീപമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളക്കൊക്കെ വൈകുന്നേരം വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സീരിയൽ കാണാനിരിക്കും ഇല്ലേ? അപ്പോൾ സീരിയൽ കാണുന്നത് ഒരു ബ്രഹ്മാവിന്റെ സീരിയൽ. ഇപ്പോൾ അയ്യപ്പൻ്റെതും കൃഷ്ണന്റെ ഒക്കെ സീരിയൽ കാണാറില്ലേ? അതുപോലെ നമ്മളൊരു ബ്രഹ്മാവിന്റെ സീരിയലാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ കാണുമ്പോൾ നമ്മൾ ടീ കുടിച്ചുകൊണ്ടാണ് കാണുന്നത് എന്നൊന്ന് ആലോചിക്കുക. ഓക്കെ, ടീ കുടിച്ചുകൊണ്ടാണ് സീരിയൽ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സീരിയൽ കാണുമ്പം വീട്ടിലെല്ലാവരും ഒന്നിച്ചു കൂടുമല്ലോ. അപ്പൊ നമ്മൾ പരസ്പരം ലോഹ്യം പറയും, മനസ്സ് തുറന്നങ്ങ് സംസാരിക്കുകയും ചെയ്യും അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ പോഷക നദികൾ, ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ എന്നുള്ളത്. എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കാനുള്ള ഒരു ചെറിയൊരു കോഡാണ്, കണക്ഷൻ വെക്കാനുള്ള ഒരു ഇതാണ് ഞാനിപ്പോ പറഞ്ഞത്. ഒന്നുകൂടി പറയാം. നമ്മളൊരു ബ്രഹ്മാവിന്റെ സീരിയൽ കാണുകയാണ്. എപ്പാണ്? ദീപം വെച്ച് കഴിഞ്ഞിട്ടതിന് ശേഷമാണ് കാണുന്നത്. വിളക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സീരിയൽ കാണുന്നത്. ആരുടെ സീരിയലാണ്? ബ്രഹ്മാവിന്റെ സീരിയലാണ് കാണുന്നത്. അപ്പൊ കാണുന്ന സമയത്ത് നമ്മൾ ടീ കുടിച്ചുകൊണ്ടാണ് കാണുന്നത്. അപ്പൊ എല്ലാവരും ഒന്നിച്ചായിരിക്കും സീരിയൽ കാണുക. അന്നേ സമയത്ത് എന്താണ്? നല്ല ലോഹ്യം പറഞ്ഞുകൊണ്ടാണ്, മനസ്സ് തുറന്ന് വർത്താനം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സീരിയൽ കാണാമെന്നൊന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഈ പോഷക നദികളൊക്കെ നമുക്ക് ക്ലിയർ ആവും. ഒന്ന് പറയാം. പോഷക നദികളാണ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ദീപം വെച്ചു കഴിഞ്ഞിട്ടാണ് സീരിയൽ കാണുന്നത്. അപ്പോൾ ദീപം, വിളക്ക് അല്ലെ, ദീപം, ദിബാങ് കിട്ടിയല്ലോ. ഈ ദീപം വെച്ചു കഴിഞ്ഞ് നമ്മൾ എന്ത് കാണും? സീരിയൽ കാണും. സുബാൻസിരി. ഈ ആരുടെ സീരിയലാണ് കാണുന്നത്? അതാണ് ഞാൻ ബ്രഹ്മപുത്രയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ബ്രഹ്മാവിന്റെ ആണ് സീരിയൽ കാണുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ബ്രഹ്മാവിന്റെ സീരിയൽ നിന്ന് ഞാൻ എടുത്തു പറഞ്ഞത് കേട്ടോ. അപ്പൊ എന്താണെന്നോടി പറയാം. നമ്മൾ ബ്രഹ്മാവിന്റെ സീരിയലാണ് കാണുന്നത്. എപ്പോഴാണ് കാണുന്നത്? ദീപം വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സീരിയൽ കാണുന്നത്. ആ സമയത്ത് സീരിയൽ കാണുന്ന സമയത്ത് നമ്മളൊരു ടീ ഒക്കെ കുടിച്ചുകൊണ്ടാണ് സീരിയൽ കാണുക അല്ലേ? അപ്പൊ ടീസ്റ്റ. അപ്പോൾ എന്താണ്? സ്വാഭാവികമായിട്ട് കാണുന്ന സമയത്ത് വീട്ടിലെല്ലാവരും കൂടി ഉണ്ടാവും. അപ്പൊ ലോഹ്യം പറയും എന്ന് പറഞ്ഞല്ലേ? ലോഹ്യം പറയും. ലോഹിത്ത്. മനസ്സ് തുറന്ന് സംസാരിക്കും. മാനസ. ഓക്കെ, ദിബാങ്, സുബാൻസിരി, ടീസ്റ്റ, ലോഹിത്ത്, മാനസ. ഈ 5 കാര്യങ്ങളും നമ്മൾ ബ്രഹ്മപുത്രയായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു അല്ലെ? അപ്പൊ എന്താണ്? ദീപം വെക്കുമ്പോൾ നമ്മൾ സീരിയൽ കാണും, ടീ കുടിക്കും, ലോഹ്യം പറയും, മനസ്സ് തുറന്ന് സംസാരിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പൊ ആരുടെ സീരിയലാണ് കാണുന്നത്? ബ്രഹ്മാവിന്റെ ബ്രഹ്മപുത്ര.
നെക്സ്റ്റ് എന്താ പറഞ്ഞത്, ഏറ്റവും വലിയ പോഷക നദി സുബാൻസിരിയാണ്. ഈ നമ്മളിപ്പോ എഴുതിയ ദിബാങ്, സുബാൻസിരി, ടീസ്റ്റ, ലോഹിത്, മാനസ, ഇതിലൊക്കെ കാണുമ്പോൾ തന്നെ ഏറ്റവും വലിയ ഒരു സുബാൻസിരി അല്ല 5 അക്ഷരം ഉള്ളത്, ബാക്കിയെല്ലാം 3 അക്ഷരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ അങ്ങനെ ആലോചിക്കാം, അല്ലെങ്കിൽ നമ്മൾ സീരിയലുമായിട്ട് കണക്ട് ചെയ്യാം. സീരിയൽ എന്താണ്, കൊല്ലങ്ങളോളം സീരിയൽ ഉണ്ടാവില്ലേ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒന്ന് ആലോചിക്കാം. ഏറ്റവും വലിയ പോഷക നദി എന്ന് പറയുന്നത് സുബാൻസിരി. നെക്സ്റ്റ്, ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന ഇന്ത്യയിലെ നദിയാണ് ടീസ്റ്റ. ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന ഇന്ത്യയിലെ നദി എന്ന് പറയുന്നത് ടീസ്റ്റയാണ്. ഓക്കെ. നെക്സ്റ്റ്, ബ്രഹ്മപുത്ര നദി ഒഴുകുന്ന രാജ്യങ്ങളാണ് ചൈന, ടിബറ്റ് ഒക്കെ സെയിം ആണ്. ചൈന, ഇന്ത്യ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്ന നാലെണ്ണം. ഓക്കെ, ചൈന, ഇന്ത്യ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്. നെക്സ്റ്റ്, ബോഗീബിൽ പാലം എവിടെയാണ്? ബ്രഹ്മപുത്ര ആയിട്ട് കണക്ട് ചെയ്യാം, ബോഗീബിൽ പാലം. ഓക്കെ. ഈ പുത്രന്മാർക്കല്ലേ ബാഗൊക്കെ ഉണ്ടാവുകയെന്ന് ആലോചിച്ചാൽ മതി. പുത്രന്മാർക്ക് ബ്രഹ്മപുത്ര ആണല്ലോ, പുത്രന്മാർക്കാണ് ബാഗൊക്കെ ഉണ്ടാവുകയെന്ന് ആലോചിക്കുക. ബാഗ്, ബോഗീബിൽ പാലം. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് ഭൂപൻ ഹസാരിക പാലം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് ഭൂപൻ ഹസാരിക പാലം. അപ്പൊ അതെവിടെയാണ്? ലോഹിത് നദിയിലാണ്. ഈ ഭൂപടമൊക്കെ വരയ്ക്കുന്നത് ഒരു രോഹിത് എന്ന് പറഞ്ഞ കുട്ടിയാണ്, നമുക്കൊന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഭൂപടമൊക്കെ വരയ്ക്കുന്നത് രോഹിത് പറഞ്ഞ ഒരു കുട്ടിയാണ്. ഓക്കെ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് ഭൂപൻ ഹസാരിക പാലം, ലോഹിത് നദി. അപ്പൊ ഇത്രയും പറഞ്ഞത് ഒന്നുകൂടി പറയാം. നമ്മൾ എന്താണ് പറഞ്ഞത്? ബ്രഹ്മപുത്രേനെയാണ് പറഞ്ഞത്. ഈ പിക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. ബ്രഹ്മപുത്ര ഉത്ഭവം എന്താണ്? മാനസ സരോവറിലെ ചമയുങ്തും ഹിമാനി. ബ്രഹ്മപുത്രയാണല്ലോ, ബ്രഹ്മാവിന്റെ പുത്രൻ മാനസപുത്രനാണ്, ചമഞ്ഞുകൊണ്ട് നടക്കുന്ന പുത്രനാണ് പറഞ്ഞു. മാനസ സരോവറിലെ ചമയുങ്തും ഹിമാനി. നീളം 2900 കിലോമീറ്റർ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് 916 കിലോമീറ്റർ. അതിന് വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മാവിന്റെ പുത്രൻ. ഹിമാലയൻ നദികളിൽ പുരുഷ മേധാവിത്വമുള്ള പുത്രനാണ്. അതുകൊണ്ട് തന്നെ അല്പം ലവ് ഒക്കെ ഉള്ള പുരുഷനാണെന്നൊക്കെ ആലോചിക്കുക. ലവ് ഒക്കെ ഉള്ള പുരുഷനാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന, ഭയങ്കര ശക്തിയൊക്കെ ആയിരിക്കുമല്ലോ പുരുഷന്മാർക്ക്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി കൂടിയാണ്. ചുവന്ന നദിയാണ്, ദേഷ്യം വരും അല്ലെ, ചുവന്ന നദിയാണ്. ആസാമിന്റെ ജീവരേഖ, ആസാമിന്റെ ദുഃഖം എന്നൊക്കെ അറിയപ്പെടുന്ന നദിയാണ്. ഹിമാലയത്തിന് സമാന്തരമായി കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏത് സ്ഥലത്ത് വെച്ചാണ് യൂട്ടേൺ തിരിഞ്ഞ് അരുണാചൽ പ്രദേശിലേക്ക് കടക്കുന്നത്? എവിടെയാണ്? നംച ബാർവ. അത് നമ്മുടെ യൂട്ടേൺ ഒക്കെ തിരിയുന്നത് ബാറിലാണ് പറഞ്ഞു. ഏതായാലും ബ്രഹ്മപുത്രനാണ്, ഒരു പുരുഷനാണ്. അപ്പം യൂട്ടേൺ, അപ്പൊ നമ്മളൊക്കെ ഈ പ്രദക്ഷിണം വെക്കുന്നത് പോലെ അവർ യൂട്ടേൺ ഒക്കെ തിരിയുന്നത് ബാറിലാണ്. നമുക്കൊന്ന് ചുമ്മാ ഒന്ന് അളിക്കുക കേട്ടോ. നംച ബർവ. ബ്രഹ്മപുത്ര നദി ഏത് പ്രദേശത്ത് വെച്ചാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്? സാതിയ. ഓക്കെ, അരുണാചൽ പ്രദേശിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മജൂലി ദ്വീപ്. ബ്രഹ്മപുത്ര നദിയിലാണ് മജൂലി ദ്വീപ് ഉള്ളത്. ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ, ആസാമില്. പിന്നെന്താ പറഞ്ഞത്? നാഷണൽ വാട്ടർ വേ 2 അല്ലെ, 2 ആണ്. സാദിയ മുതൽ ദുബ്രി വരെ 2 വ്യക്തികളെയാണ് പറയുന്നത് അല്ലെ, ബ്രഹ്മാവും പുത്രനും. അപ്പൊ 2 ആണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓർക്കുക. നെക്സ്റ്റ്, ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്നാണ്. ടിബറ്റിലേക്ക് ബ്രഹ്മപുത്ര പോകുന്നത് ടീ ഒക്കെ കുടിച്ചിട്ട് ഒരു സോങ് ഒക്കെ പാടിക്കൊണ്ട് അടിച്ചു പൊളിച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് സാങ്പോ എന്നാണ്. സാങ്പോ. നേരെ പിന്നെ എവിടത്തേക്കാണ് വരുന്നത്? അരുണാചൽ പ്രദേശ് അല്ലെ. അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് ദിഹാങ്. ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന. നെക്സ്റ്റ്, പോഷക നദികളാണ് പറഞ്ഞത് അല്ലെ. ദീപാങ്, സുബാൻസിരി, ടീസ്റ്റ, ലോഹിത്, മാനസ്. എന്താ പറഞ്ഞത്? സീരിയല് ബ്രഹ്മാവിന്റെ സീരിയലാണ് പറഞ്ഞത് അല്ലെ. ദീപമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ സീരിയല് കാണാനിരിക്കും. ഒരു ടീ ഒക്കെ കുടിച്ചുകൊണ്ടാണ് സീരിയല് കാണുന്നത്. അപ്പൊ എല്ലാവരും കൂടി ഒന്നിച്ച് വരുന്ന സമയത്ത് ലോഹ്യം പറയും, മനസ്സ് തുറന്ന് സംസാരിക്കും എന്ന് പറഞ്ഞല്ലേ. അപ്പൊ പോഷക നദികള് ദിബാങ്, സുബാൻസിരി, ടീസ്റ്റ, ലോഹിത്, മാനസ. ഏറ്റവും വലിയ പോഷക നദിയാണ് സുബാൻസിരി. ഏറ്റവും വലുത് സീരിയല്. ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന ഇന്ത്യയിലെ നദിയാണ് ടീസ്റ്റ. ഓക്കെ. ബ്രഹ്മപുത്ര നദി ഒഴുകുന്ന രാജ്യങ്ങളാണ് ചൈന,
ഇന്ത്യ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്. ബോഗീബിൽ പാലം, ബോഗി ബാഗ് അല്ലെ, ബാഗ് ഒക്കെ എടുക്കുന്നത് പുത്രനാണ്, ബ്രഹ്മപുത്ര. ബോഗീബിൽ പാലം സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് ഭൂപൻ ഹസാരിക പാലം, ലോഹിത് നദിയിൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഭൂപൻ ഹസാരികയാണ്. എവിടെയാണ്? ലോഹിത് നദിയിലാണ്. ലോഹിത്, ഭൂപടമൊക്കെ വരക്കുന്നത് ലോഹിത് പറഞ്ഞൊരു കുട്ടിയാണെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഭാഗത്തിൽ, ബ്രഹ്മപുത്ര എന്നുള്ള ഭാഗത്തിൽ പഠിക്കാനുള്ളത്. ഈ ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ സിന്ധു നദി അല്ലെ, നമുക്ക് സിന്ധു നദിയും അതിന്റെ പോഷക നദികളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാനുണ്ട്. അതൊരു കുറച്ചൊരു ഭാഗമുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും, എല്ലാവരും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ബൈ.